എവ്രിവൺ, ഞാൻ ആ ലുക്ക് കാണിച്ചില്ല. അത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽസ് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ബെയർ ഫേസ് ആണ്. ഇത് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. എൻ്റെ ഫേസ് വാഷ് ഏതാണെന്ന് അറിയണമെങ്കിൽ എന്നോട് പറയാൻ എന്താണ് ഫേസ് വാഷ്. ഇത് എൻ്റെ ആക്നി പ്രോൺ സ്കിന്നാണ്. അപ്പോൾ അങ്ങനത്തെ മേക്കപ്പിന് ഡ്രൈനസ് എൻ്റെ നോസിൽ അത് ഇവിടുത്തെ തണുപ്പ് കാരണം. എന്നാലും ഞാൻ പറയാൻ ഏതാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞിരുന്നത് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ. അത് കാരണം ഞാൻ അത്ര മേക്കപ്പൊന്നും ചെയ്യാറില്ല. ബിക്കോസ് എന്ത് ചെയ്താലും മറന്നു വരും. അപ്പോൾ അത്ര സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് കാണിക്കാം. അതാണ് ഈ റോസ് വാട്ടർ. ഒരു കാമണായ ഒരു റോസ് വാട്ടറാണ്. ഇതൊക്കെ നോക്കുന്ന ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ ഇതിനെ സ്പ്രേ ചെയ്യും. ഇതിനകത്ത് മുമ്പ് ഞങ്ങൾ ഗുഡ് വൈബ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒന്ന് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തിരുന്നത്. ഇത് ഞാൻ പറയാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഇത് ഞാൻ കുറച്ച് നേരം ഇത് അബ്സോർബ് ചെയ്യാൻ വയ്ക്കും. അതൊന്ന് അബ്സോർബ് ആയ നെക്സ്റ്റ് സ്റ്റെപ്പാണ് മോയ്സ്ചറൈസർ. സോ ജനറലി ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അമ്മ ബർത്ത്ഡേയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ബേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു സെക്കൻഡ് ഒരു ഒരു സൺസ്ക്രീൻ ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്യാൻ പോകും. ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, ഏതെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന നമ്മുടെ ഫേസിൽ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് ലെയർ ഇടും. അല്ലെങ്കിൽ ഇതിങ്ങനെ പോർസ് വരും, ക്ലോഗ് ഓൺ സ്കിൻ. അപ്പോൾ അതാണ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ലെയർ ചെയ്യുന്ന സമയത്ത് ഇത്രയധികം വെയിറ്റ് ചെയ്യണം. അതൊന്ന് ഒബ്സർവ് ആവാൻ, നമ്മുടെ സ്കിൻ യൂസ് ടു ആവാം. അതാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ 2 ഡ്രോപ്സ് എടുക്കാൻ പോകുന്നുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് എ ഗുഡ് മോഹാഡ് ആണ്. സൺസ്ക്രീൻ അത്ര വിലയുള്ള കാര്യമല്ല. എന്നാലും ഇറ്റ്സ് നോട്ട് മെഡിക്കേറ്റഡ്. ഇത് ആയുർവേദിക് ആണ്. എനിക്ക് തോന്നുന്നു കുറച്ചധികം എടുത്തു. അത്ര എടുക്കണ്ട. ഓൺലി 1 2 3 4 5 6 7 8 9 ഇവിടെ. ബിക്കോസ് ഡോണ്ട് ഫർഗെറ്റ് ദ നെക്ക്. ഇത്ര ബാക്കിയുണ്ട്. അത് ഞാൻ എടുത്തിട്ട് നമ്മൾ പിന്നെ മിഡിൽ ക്ലാസ് ആണല്ലോ, ഇതിൻ്റെ ഉള്ളിൽ തിരിച്ച് വെക്കാൻ പോവാണ്. അതാണ്. അത് കഴിഞ്ഞിട്ട് സ്ലോലി ഇങ്ങനെ ജനറലി ആൾക്കാർ മോയ്സ്ചറൈസർ ആണ് ചെയ്യാറും. പക്ഷെ വൺ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആൾക്കാർ സ്കിപ്പ് ചെയ്യണത് സൺസ്ക്രീനാണ്. അപ്പോൾ ഞാൻ 2 ലെയർ വേണ്ട. ബിക്കോസ് ഞാൻ കാണിച്ചില്ല, എനിക്ക് കുറേ ആക്നെ ഉണ്ട്. 2 ലെയർ വേണ്ട. അത് കാരണമാണ് ഞാൻ സൺസ്ക്രീൻ മാത്രം ചെയ്യണം. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ബേസ് ഉണ്ട്, പിന്നെ കൺസീലർ, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കത് അത്ര ഇത്ര ലെയർ ചെയ്യണ്ട. പിന്നെ ലെയർ ചെയ്തിട്ട് അറിയാമല്ലോ എത്ര പോർസൊക്കെ ഉണ്ട്, എന്ന് വെച്ചാൽ പിമ്പിൾസൊക്കെ ആവും. അത് കാരണം 1 ലെയർ മാത്രം നെയിൽസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ. സോ ഇത് നല്ല സൺസ്ക്രീൻ ആണ്, പക്ഷെ മേക്കപ്പിൻ്റെ അടിയിലിടുന്നതല്ല. ആൻഡ് ഓൾസോ ഐ എം എ ഫേം ബിലീവർ. എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ തീർന്ന വരെ ഞാൻ യൂസ് ചെയ്യണ ആളാണ്. അപ്പോൾ ഇത് തീർന്നത് വരെ എനിക്കിത് യൂസ് ചെയ്യണം. ഇത് ആയി ഇത് കുറച്ച് അബ്സോർബ് ആവട്ടെ. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതാണ് ഫൗണ്ടേഷൻ. ഞാൻ ഇന്ന് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പോണില്ല. ആക്ച്വലി ഫൗണ്ടേഷൻ പ്ലസ് എൻ്റെ ഫിറ്റ്മി ഉണ്ട്. ബിക്കോസ് നോർമൽ ഫൗണ്ടേഷൻ കുറേ വെളുവെളുപ്പ് ഇങ്ങനെ പുട്ടിയടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നോർമൽ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാണ്. ഫൗണ്ടേഷൻ പ്ലസ് BB ക്രീം. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു ഷെയ്ഡാണ് വരാൻ പോണത്. അപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് 118 ആണ്. സോറി 118, ഐ ഡോണ്ട് നോ. ഓക്കെ, വടവർ. അപ്പോൾ അത് ഞാൻ 2 പമ്പ് എടുക്കാൻ പോവാണ്. 1 2. പിന്നെ ഈ ഫിറ്റ്മി, ദിസ് ഈസ് ഫ്രം മേബിലിൻ അഗൈൻ. ഇതിൻ്റെ 230 ഷെയ്ഡ്. ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണോ, അത് കാരണം ഞാൻ അത്ര മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ഇതിൻ്റെയും ഒരു 2 ഡ്രോപ്സ്. ഓക്കെ, സോ ഞാനൊരു പ്രോ ടിപ്പ് അഗൈൻ. യു നോ ഹൗ ഐ ആം വെരി കൺവീനിയൻറ്റ് ആൻഡ് വെരി പ്രോ അബൌട്ട് പ്രോ ടിപ്പ്. ഇതൊരു പുതിയ കാര്യം തുടങ്ങിയിരിക്കണം. ഇറ്റ് മേക്സ് മൈ സ്കിൻ ലുക്ക് വെരി ഷൈനി. ഞാൻ ഏതോ ഒരു ബ്യൂട്ടി ബ്ലോഗറുടെ സൈറ്റിൽ കണ്ടതാണ്. ഇതൊരു ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യണത്.
ഇതിവിടെ കിട്ടില്ല. ഇത് തായ്ലൻഡിൽ ഏതോ റോട്ടിൽ നിന്ന് മേടിച്ചതാണ്, ഞാൻ തായ്ലൻഡ് ട്രിപ്പിൽ പോയപ്പോൾ. അപ്പോൾ അതിനെ ഞാൻ എന്താ ചെയ്യുക, ഇത് തീരാറായി. അപ്പോൾ ഈ മിക്സ്ചറിൽ ഞാൻ 1, 2 ഇങ്ങനെ ലെയർ ചെയ്യും, സോ ദാറ്റ് ഒരു ഷൈനി ലുക്ക് വരാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഇതിൽ ചെയ്യുക. അപ്പോൾ ഇതാണ് ആ മിക്സ്ചർ. അപ്പോൾ ഞാൻ ഡോട്ട് ബൈ ഡോട്ടാണ് ചെയ്യാറ്, ബിക്കോസ് അത്രയധികം പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്, പക്ഷേ അത്ര ആവശ്യം ഉണ്ടാവും. 2 pumps ഓഫ് ഈച്ച്, ദാറ്റ്സ് ഇറ്റ്. അത് ഇല്ലെങ്കിൽ ഫുൾ വെള്ള ആയിരിക്കും. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് a lot of people like it. സോ എക്സ്ട്രാ വരണമെങ്കിൽ അത് നെക്കിലിടാം, ബിക്കോസ് ഐ തിങ്ക് വിൽ ബി ഈസിയർ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എത്ര മേക്കപ്പ് ചെയ്താലും പ്ലീസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടേ വാങ്ങാൻ പാടില്ല കേട്ടോ. Don't say that I said that. Don't say that I said do not remove your makeup. Okay. So, okay. There are multiple steps. ചില ആൾക്കാർ ബ്രഷ് യൂസ് ചെയ്യും, ചില ആൾക്കാർ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യും. ഞാൻ ഡിപ്പെൻഡിങ് ഓൺ മൈ കൺവീനിയൻസ് ഞാൻ അതാണ് ചെയ്യാറ്. ഇന്ന് എൻ്റെ അടുത്ത് ബ്യൂട്ടി ബ്ലെൻഡറാണ്, ബിക്കോസ് ഐ എം ട്രൈങ് ടു ബി ബ്യൂട്ടി ബ്ലോഗർ. അപ്പോൾ ഞാൻ ഇതൊരു വെരി ചീപ്പ്, എത്ര 50 രൂപയുടെ ബ്യൂട്ടി ബ്ലെൻഡറാണ്. ഞാനിങ്ങനെ ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഐ ഡോണ്ട് നോ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ബൈങ് എ ലോക്കൽ ബ്യൂട്ടി ബ്ലെൻഡർ, ബിക്കോസ് ഐ എം എനിവേ ആക്നെ പ്രോൺ, ആൻഡ് മേ ബി ദാറ്റ് വാസ് ദ റീസൺ ഓഫ് ബീങ് ആക്നെ, ബിക്കോസ് ഓഫ് മൈ, അത് കാരണം എൻ്റെ ചിലപ്പോൾ ആക്നെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ എനിവേ അതല്ല പ്രശ്നം. സോ ഇതിലെന്താ ചെയ്യേണ്ടത്, ഇതിൽ വെള്ളം ജസ്റ്റ് ബിഫോർ മേക്കപ്പ് തുടങ്ങുന്ന മുമ്പ് ഇതിൽ കുറച്ച് വെള്ളം വയ്ക്കുക, പിന്നെ അത് ആ വെള്ളം എടുക്കുക. അപ്പോൾ ഇറ്റ്സ് വെരി ഡാംപ് എന്ന് വെച്ചാൽ മോയ്സ്റ്റ്, ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ ഡാബ് ചെയ്യാം. പ്ലീസ് ഇങ്ങനെ അതിൽ കുറച്ച് അധികം ഫോഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഇത് നമ്മുടെ സ്കിന്നാണ്, വല്ലവരുടെ സ്കിൻ അല്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ അടുത്ത് മിറർ പോലും ഇല്ല, എന്ന് വെച്ചാൽ വലിയ മിററുണ്ട്, പക്ഷേ മേക്കപ്പ് ചെയ്യാൻ ഒരു മിറർ ഇല്ല. ഇതൊരു വീഡിയോ സക്സസ്ഫുൾ ആയിട്ട് പുതിയ മേക്കപ്പ് എന്താ പറയുക മിറർ മേടിക്കാം. അതാണ് ഞാൻ അത്ര പിസ്കത്തിയാണ്. എനിവേ ദാറ്റ്സ് ഹൗ ഐ ആം ദ പേഴ്സൺ. അപ്പോൾ ഇത് പ്ലീസ് ബ്ലെൻഡിങ് ഇസ് ദ കീ. നിങ്ങൾ എത്ര ബ്യൂട്ടി ബ്ലോഗർ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ബ്ലെൻഡിങ് ഇസ് ദ കീ. എന്തിനാണ് പാച്ച് എനിക്ക് എന്നോട് എത്ര ആൾക്കാർ എത്ര കല്യാണത്തിനും എത്ര പാർട്ടിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ മേക്കപ്പ് ശരിക്കും സ്പ്രെഡ് ആയിട്ടില്ല, എൻ്റെ കറുപ്പ് ലുക്കുണ്ട്. അപ്പോൾ ഇത് വേഗം സ്പ്രെഡ് ചെയ്യിപ്പിക്കാം. ഇത് നോക്ക്, ഇത് നോക്കൂ, ഇതിങ്ങനെ ഡിഫറൻസ് കാണാം വെച്ചാൽ. അപ്പോൾ ഓക്കെ, ദിസ് ഇസ് ഗുഡ്. ആൻഡ് ഇങ്ങനെ, സോ അത് ഇങ്ങനെ കണ്ണിൻ്റെ ഇടയിൽ നമുക്ക് കൺസീലർ ഇട്ടിട്ട് അത് ചെയ്യാം. ഇങ്ങനെ റൗണ്ട് ഉണ്ടാവില്ലേ, അത് നമ്മൾ മാറ്റണം. ഓക്കെ, ഗുഡ് ജോബ് മാൻ. ഞാനൊരു ബ്യൂട്ടി ബ്ലോഗർ അല്ല, എന്നാലും ഇതൊക്കെ ഞാൻ പഠിച്ചില്ലേ. അപ്പോൾ യു ക്യാൻ ഈസിലി ഡു ഇറ്റ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൾട്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഫൗണ്ടേഷൻ. സോ ദിസ് ഇസ് 3 step തിങ്. ഫൗണ്ടേഷൻ പ്ലസ് ഫിറ്റ് മീ പ്ലസ് ഹൈലൈറ്റർ. ഏത് നിങ്ങൾ ഹൈലൈറ്റർ യൂസ് ചെയ്യണം, അതിൻ്റെ 2 drops ഇല്ല, ലിക്വിഡാണ് ബെറ്റർ. പിന്നെ അതിങ്ങനെ ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ ബേസ് സെറ്റ് ചെയ്യാൻ ഒരു എന്താ പറയുക, ഒരു മേക്കപ്പ് ഫിക്സർ ഉണ്ട്. അത് NXD ആണ്. യു ക്യാൻ ബൈ എനി വൺ വിച്ച് യു വാണ്ട്, ബിക്കോസ് ഐ ബോട്ട് ഇറ്റ് ഒരു വർഷം മുമ്പ്. ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ. സോ ഓക്കെ, ഇതിലൊരു പ്രോ ടിപ്പ് തരാം. സോ ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മേടിച്ചപ്പോൾ ഇല്ലേ, ഞാനിത് ഇത്ര അടുത്തടുത്തുനിന്നായിരുന്നു സ്പ്രേ ചെയ്യണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു എന്തിനാ ആൾക്കാർ ഇതൊക്കെ ചെയ്യണം, ബിക്കോസ് ഇറ്റ് ബിക്കംസ് മോർ പാച്ചി, ഇങ്ങനെ വൈറ്റ് കാണാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇത്ര ദൂരം, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കൈയുടെ അത്ര ദൂരം ഇതിൽ ചെയ്യണം. പിന്നെ ഇത് ഡ്രൈ ആവണം. സോ ദ കീ ഈസ് ബ്ലെൻഡിങ് ആൻഡ് ഡ്രൈയിങ്. എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അത് ഡ്രൈ ആവണം, അബ്സോർബ് ആവണം. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ അത്ര ബ്ലെൻഡ് ആവുള്ളൂ, അത്ര നാച്ചുറലായിട്ട് തോന്നി. ഇങ്ങനെ ഓവർ മോഡൽ പോലെ കാണിക്കണ്ട, നോർമൽ ആൾക്കാരുടെ പോലെ മതി നമുക്കൊക്കെ. സോ ഇത് നമ്മുടെ ബേസായി. നെക്സ്റ്റ് ഇസ് കൺസീലർ. അപ്പോൾ ഞാനൊരു മേബിലിൻ്റെ കൺസീലർ അങ്ങനെ, ഐ തിങ്ക് ഐ എം യൂസിങ് എ ലോട്ട് ഓഫ് മേബിലിൻ ബിക്കോസ് ഇറ്റ് ഈസ് വെരി അഫോർഡബിൾ. നമ്മുടെ കീശോയിൽ അത്ര പ്രോബ്ലം ചെയ്യില്ല. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ പറയാം, എനിക്ക് കാണുന്നില്ല ബിക്കോസ് 10 ലൈറ്റ്. സോ അതാണ് എൻ്റെ ഷെയ്ഡ്. സോ ഞാനിവിടെ, ബിക്കോസ് യു നോ എൻ്റെ അടുത്ത് അത്ര എന്താ പറയുക അത്ര ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഇവിടെ
എൻ്റെ ഇവിടെ എൻ്റെ മുടി ഇങ്ങനെ പട്ടിയുടെ വാലിലെ പോലെയാണ് ഇളകണത്. ദാറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് കെയർ. അഗൈൻ ഈ സ്റ്റെപ്പും നമുക്ക് നോർമൽ ബ്രഷിലും ചെയ്യാം. ഞാനിപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡറിലാണ് ചെയ്യണത്. ഇതിങ്ങനെ ഡാബ് ചെയ്യുക അഗൈൻ, സോ ദാറ്റ് കണ്ണിൻ്റെ മുകളിലുള്ള എല്ലാ കൺസീലർ നന്നായിട്ട് കൺസീൽ ആവാൻ. നമ്മൾ ജനറലി ഈ സ്റ്റെപ്പില്ലേ ഇവിടെ, അത് മിസ് ചെയ്യും. അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ ഇത് ആൾക്കാർ കോണ്ടൂറും ഒക്കെ ചെയ്യും. നമുക്ക് ദൈവം നല്ല ജോലൈൻ തന്നിട്ടുണ്ട്, അത്ര മതി. ഇഫ് യു വാണ്ട് ഐ കെൻ ഡു എ കോണ്ടൂറിങ് തിങ് ആസ് വെൽ. എന്നോട് കോമെൻറ്റ്സിൽ പറയാൻ ഞാൻ ചെയ്തു തരാം. I mean, I don't know how to do it. I'll just learn it for you guys. I mean, I'll tell you what I do. I mean, ഞാൻ ചെയ്യുന്നത് കാണിക്കാം. അത്ര എൻ്റെ കൺസീലറുമായി ദ ഐഡിയ ഈസ് ഇങ്ങനെ മാറ്റ് ഫിനിഷ്, UV ഫിനിഷുള്ള നാച്ചുറലായ മേക്കപ്പാണ് നമുക്ക് വേണ്ടത്. ഈ വേണ്ടാത്ത ബ്ലൂ ഒന്നും വേണ്ട. നമുക്ക് നോർമൽ ആൾക്കാരുടെ പോലെ പോവാം. റോഡിൽ പോകുമ്പോൾ ആൾക്കാർ നമ്മൾ നോക്കണം, ഇതാലോചിച്ചിട്ട് നമ്മൾ സുന്ദരികളാണെന്ന്, ഇങ്ങനെ വട്ടന്മാരുടെ പോലെ. I mean, I'm not saying makeup is bad, too much makeup is bad. I'm just saying that I like it like this. That's it, my god. അപ്പോൾ കൺസീലർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓക്കെ, സോ ദിസ് ഈസ് എ ന്യൂ സ്റ്റെപ്പ് ദാറ്റ് ഐ വിൽ സ്റ്റാർട്ട് ഇൻ ഫ്രണ്ട് ഓഫ് യു. അതാണ് സെറ്റിംഗ് പൗഡർ. ഇത് ഞാനൊരു പുതിയ സെറ്റിംഗ് പൗഡർ മേടിച്ചിട്ടുണ്ട്. ദിസ് ഈസ് സ്വിസ് ബ്യൂട്ടി. എവിടെയാണ് കാണിക്കുക? ഓ വാവ്, യു കൻ സീ മൈ ദിസ് തിങ്. ഓക്കെ, ഇത് നല്ല രസമുണ്ട്, ഗോൾഡ് കളറ്. സോ ഇതിലെന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഈ പൗഡർ എടുക്കുക. ഈ സാധനം ഇങ്ങനെ കയ്യിൽ കയറ്റുക. ഓക്കെ, ഇമാജിൻ ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതിങ്ങനെ എടുക്കുക, പിന്നെ ഇങ്ങനെ ചെയ്യുക. വാവ്, ഓക്കെ. ഇത്ര ഡാർക്ക് സർക്കിൾസ് എന്ത് ചെയ്താലും പോണില്ല. വാവ്. സോ okay, okay, this is the time I got it right. ഇങ്ങനെ ചെയ്യുക, പാഡ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെ ഈ കണ്ടുണ്ടോ? അപ്പോൾ എന്താ അറിയോ, ഇങ്ങനെ ഒരു ഷേപ്പ് വരും. ഇത് നമുക്ക് ലാസ്റ്റിൽ ഹൈലൈറ്ററും ബ്ലഷിലൊക്കെ ശരിയാക്കാം. ഡോമറി. ഓക്കെ, ഇതിങ്ങനെ തിരിച്ച് വയ്ക്കുക. സോറി, വെച്ച് എന്താ ചെയ്യുക? ദാറ്റ്സ് ലൈഫ്. ഓക്കെ, ഇത് നമ്മൾ തിരിച്ചു വെക്കാൻ പോകണം. സോ ഇത് നമ്മുടെ എന്താ പറയുക, ലൂസ് പൗഡർ ടു. ഇതൊക്കെ വെരി ചീപ്പ് പ്രോഡക്ട്സ് ആണ്. എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറയാം. സോ ഇങ്ങനെ ഒരു ലൈൻ വരണത് നല്ലതാണ്, ബിക്കോസ് ദിസ് ഗിവ്സ് എ ഷെയ്ഡ് ഇൻ ദ ടോൺ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മുടെ ആണ് കാര്യം ഐ മേക്കപ്പ്. സോ സി, I am not a good eye makeup person. Okay, before eye makeup, yes, I remember. Before eye makeup ആണ് eyebrows. So എൻ്റെ eyebrows naturally അത്ര ലൈറ്റ് അല്ല, അത്ര അതല്ല, എന്താ പറയുക, ഇത് കൂടി പോയോ? നോ, ഇറ്റ്സ് ഓക്കെ. അത്ര പ്രോബ്ലമാറ്റിക് അല്ല. എന്നാലും ഓ ഗോഡ്, ഇതൊരു മിസ് ക്ലിയർ പറഞ്ഞ ബ്രാൻഡ് മേക്കപ്പ് ഐബ്രോ പെൻസിലാണ്. അതിലെന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഷേപ്പ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് എൻ്റെ അടുത്ത് നല്ല തിക്ക്, ഐ തിങ്ക് കുറേ തിക്കാണ്. അത് കാരണം ഞാൻ അത്ര ബുദ്ധി ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇതിൽ ഞാൻ സിമ്പിൾ, ഇവിടെ എനിക്ക് ലൈറ്റുള്ള കാരണം ഞാൻ അതൊന്ന് ചെയ്യാൻ പോവാണ്, ഫിക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിലൊരു ഞാൻ പ്രോ ടിപ്പ് തരാം. എനിക്ക് ഇതിനെക്കാട്ടും അധികം വേണ്ട. ഇപ്പോൾ ഞാൻ രാവണൻ്റെ പോലെ ഉണ്ട്, അത്ര മതി. ഓക്കെ, സോ വൺ പ്രോ ടിപ്പ് ഈസ്, നമ്മളില്ലേ ഈ ഐബ്രോ പെൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കാണില്ല എന്ന്. പക്ഷേ ഓൺലി യൂസ് ഇറ്റ് ഇൻ ദ ഏരിയാസ് ദാറ്റ് യു വോണ്ട് ടു ഫിൽ. സപ്പോസ് ചില ആൾക്കാർക്ക് ഐബ്രോസ് എൻ്റെ അമ്മയ്ക്കൊക്കെ ഐബ്രോസ് അത്ര ഡാർക്ക് അല്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ നന്നായിട്ട് വരയ്ക്കണം. അത് ഈ ഷേപ്പ്, ഏത് ഷേപ്പ് യു ലൈക്ക് വരയ്ക്കണം. ഇങ്ങനെ ചില ആൾക്കാർക്ക് എൻ്റെ പോലത്തെ ഐബ്രോസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പാച്ചസ്, ഇപ്പോൾ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ ഒക്കെ കുറച്ച് ഫിൽ ചെയ്താൽ മതി. ബിക്കോസ് ഇല്ലെങ്കിൽ രാവണൻ്റെ പോലെ മുഖം ഉണ്ടാകും. നോക്കും, എൻ്റെ മുഖം ഇപ്പോൾ തന്നെ ചേഞ്ച് ആയി. സോ ദാറ്റ്സ് ദ ടിപ്പ്. നമ്മൾക്ക് കാണില്ല ഹൗ ഡാർക്ക് ഇറ്റ് ഈസ്, കുറച്ച് ചെയ്താൽ മതി. എന്തിനാ ഹിന്ദി വരുന്നുണ്ട്, കുറച്ച് ചെയ്താൽ അത് ശരിയായിട്ട് കാണും കേട്ടോ. ഓക്കെ, സോ ബിക്കോസ് ഇറ്റ്സ് എ വെരി നൈസ് ലുക്ക്, ഞാൻ കുറച്ച് എൻ്റെ എന്താ പറയുക ഐ ഷാഡോ എക്സ്പെരിമെൻറ്റ് ചെയ്യാം നമുക്ക്.
ഏത് കളറാണ് വേണ്ടത്? ഡാർക്ക് ആണോ ലൈറ്റ് ആണോ? ലെറ്റ്സ് ഡു നോർമൽ. ഓക്കെ വെയിറ്റ്, ഞാനൊരു വേറെ ബ്രഷ് യൂസ്. ഈ ലൈറ്റിൽ, ക്യാമറ ലൈറ്റിൽ കാണില്ല, ബട്ട് ദിസ് ഇസ് ലുക്കിംഗ് റിയലി റിയലി നൈസ്. ഇതിൽ സൂം ചെയ്യാൻ പറ്റുമോ ഒന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, ഐ ഷോ ഇറ്റ് യു. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. കാണിക്കാം, ഇറ്റ്സ് ഓക്കെ. ഇതിങ്ങനെ സർക്കിൾ ചെയ്താൽ മതി, അത്ര വലിയ കാര്യമൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് ഐലൈനർ. ദിസ് ഈസ് ലാക്മീസ് ഐലൈനർ. അതിൻ്റെ അവർ കാശ് കൂട്ടി ഇറ്റ്സ് 400 rupees now. ആദ്യമായിട്ട് ഓക്കെ, ഐലൈനറിൻ്റെ ഞാൻ കാണിച്ചു എങ്ങനെയാണ്. ഐലൈനർ ഞാൻ കാണിച്ചു എങ്ങനെയാണ് ചെയ്യണേ. യെസ്, ഇറ്റ് ഈസ് ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ one of the most important things, ഞാൻ lashes generally യൂസ് ചെയ്യല് because I have good lashes. According to me, I have good lashes. ഞാൻ ഇത് ഫേക്ക് ലാഷസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ മീൻ വൈ? ഇത്ര ദൈവം തന്നത് മതി. ആൻഡ് ഇഫ് യു വോണ്ട് ടു ഗ്രോ യുവർ ലാഷസ്, ഇങ്ങനെ എന്നോട് പറയണം. എന്നോട് ചോദിക്കണം, ഞാൻ പറയാം എങ്ങനെ നാച്ചുറൽ വേസിൽ ലാഷസ് ഗ്രോ ചെയ്യാം. നെക്സ്റ്റ് ഇസ് കൺമഷി. സോ ഐ ആം ദാറ്റ് പേഴ്സൺ. എന്നെ എത്ര മേക്കപ്പ് ചെയ്താലും കൺമഷി ഇട്ടില്ലെങ്കിൽ എന്നെ കണ്ടാൽ ഒരു അസുഖമുള്ള പെണ്ണിയുടെ പോലെ ഉണ്ടാവും. സോ ഇതൊരു സോൾട്ടഡ് കൺമഷിയാണ്, വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. പ്ലീസ്, കുറേ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഒരു ഒരു അത് ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ, ദർ സം വിയർഡ് ക്യാമ്പയിൻ ഗോയിങ് ഓൺ. മേ ബി ഐ വിൽ ബി ഏബിൾ ടു പ്രൂവ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. എത്രയധികം ഇത് ഇറ്റ്സ് മൈ ഐസ്, മേ ബി എനിക്കറിയില്ല. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ണ് ഇങ്ങനെ, ഇത് ഇത്ര സ്മജാണത്. ലൈക്ക് ഐ വോണ്ട് ടു സ്റ്റിക്ക് ടു മേബിലിൻ കൊലോസൽ. 150 രൂപയുടെ ആണത്. ആൻഡ് ദാറ്റ്സ് ദ ബെസ്റ്റ് മാൻ. ഐ ഡോണ്ട് ലൈക്ക് ദീസ്. ഐ ഹേറ്റ് ഇറ്റ് ബിക്കോസ് ഐ വിൽ ഷോ യു. നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇഫ് പോസിബിൾ ഞാൻ കാണിക്കാം അത് എത്ര സ്മജായിട്ടുണ്ടെന്ന്. ഐ ഹേറ്റ് ഇറ്റ് മാൻ, ഹേറ്റ് ഇറ്റ്. ഓക്കെ, സോറി, എന്തെങ്കിലും അത് ഞാൻ എൻ്റെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. യാ, ഗുഡ്. സോ ദിസ് ഇസ് എ 400 rupees കാജൽ. 400 രൂപയുടെ കൺമഷി അത്. സോറി സോൾട്രി. ഇത് കുറേ നാച്ചുറലാണ്, ബ്ലാ ബ്ലാ ബ്ലൂ ആണ്, പക്ഷേ ഇറ്റ് ഡസൻറ്റ് വർക്ക് ഫോർ മീ മാൻ, സോറി. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് സോ മോളിലത്തെ ലാഷസിൽ അത് ചെയ്തില്ല, എന്താ പറയുക, മസ്കാര. അപ്പോൾ താഴെ ദിസ് ഇസ് ഫേസസ് കാനഡ. നല്ല മസ്കാര, ലൈക്ക് റിയലി ഗുഡ്. സംബഡി ഗിഫ്റ്റഡ് ഇറ്റ്. കിൽ മീ മാൻ. സംബഡി ഗിഫ്റ്റഡ് ഇറ്റ് ടു മീ, സോ ഐ യൂസ് ഇറ്റ്. ഓർ എൽസ് ഞാൻ കുറേ പിഷ്കത്തിയ മേബിലിൻ്റെ ആണ് യൂസ് ചെയ്യുക നോർമലി. മേക്കപ്പ് ഇസ് ഗുഡ്. വേണമെങ്കിൽ ഗ്ലിറ്റർ ഇടണോ? ലെറ്റ്സ് സീ. ഓക്കെ, സോ മേബിലിൻ്റെ ഒരു ഐ ഷാഡോ ഉണ്ട് എൻ്റെ അടുത്ത്. ഐ ഡോണ്ട് നോ വെദർ ദിസ് ഇസ് അവൈലബിൾ നൗ ഓർ നോട്ട്. Let's try. Okay, I like it now. Got the shine in it. I don't know whether you'll be able to see it. I like the shine. I mean, I am able to see it. Okay, so that's my eye. ഞാൻ ഇതിനെ കാട്ടോ അധികം because you know I like my eyes. ഇത് ഞാൻ ലെൻസ് ഒന്നും ഇട്ടില്ല. So next step is blush. Okay, so I'm really sorry ladies, I am going to use ഞാനൊരു oh, look at my bust man, sorry, that's how things are, married women, no, women in general. So I'm using a blush. ഇതൊരു ബ്ലഷ് ആണ്. ഇതിൻ്റെ ബ്രഷ് കുറേ നല്ലതാണ്, ഐ ലൈക്ക് ഇറ്റ്. പക്ഷേ എനിക്ക് ഇതിന് ദിസ് ഇസ് സംതിങ് ദാറ്റ് സംബഡി ഗിഫ്റ്റഡ് ടു മീ ഫ്രം തായ്ലൻഡ്. ദാറ്റ്സ് മൈ ഹസ്ബൻഡ്. സോ ഇതിങ്ങനെ എടുക്കുക and apply it here. Okay, wow. ഇതിങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ സർക്കിൾ ചെയ്യുന്ന ആളാണ് ബിക്കോസ് എനിക്ക് ലൈൻ അടിക്കണമെന്നൊന്നും ഇഷ്ടമല്ല. ആൻഡ് മൈ ഐസ് ആർ ഗെറ്റിംഗ് ബേൺഡ്, ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, ഇതിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, അത്ര പ്രശ്നമൊന്നുമില്ല. ഹൈലൈറ്റർ ഞാൻ ഇന്ന് യൂസ് ചെയ്യണില്ല ബിക്കോസ് ദിസ് ടു മച്ച് ഹൈലൈറ്റ് and I don't want that. Nice. Okay,
ദെൻ വേറൊരു കാര്യമുണ്ട്. ദിസ് ഇസ് 2 ഫേസ്ഡ്. ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുണ്ട്. സോ ഇത് ഞാനിങ്ങനെ 2 എടുത്തിട്ട് ഇതാണ് എൻ്റെ ഹൈലൈറ്റർ. ഓക്കെ, എൻ്റെ ചീക്ക് ബോൺസിൽ ഞാനിങ്ങനെ ഇടും. ഇമാജിൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് സ്റ്റക്ക് വിത്ത് മൈ പിമ്പിൾസ്. പിന്നെ ഞാൻ കുറച്ച് ഇവിടെയും ഇടും, ബിക്കോസ് ഐ ലൈക്ക് മൈ നോസ്. ഞാൻ മൂക്കിൽ കോണ്ടൂറിങ് പോണ്ടൂറിങ് ഒന്നും ചെയ്യാറില്ല, ബിക്കോസ് യു നോ ഹൗ ഐ ആം ആസ് എ പേഴ്സൺ. എനിക്ക് എൻ്റെ മൂക്കൊക്കെ കുറേ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കോണ്ടൂറിങ് പോണ്ടൂറിങ് ഒന്നും ചെയ്യാറില്ല. ഇന്ന് ഞാനൊരു പുതിയ ലിപ്സ്റ്റിക്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഫ്രം ഇൻ കളർ shade 05. I'll use it in front of you guys and see how it is. Nice, this is nice. കണ്ണിൽ എന്തോ പോയി, സോറി. ചോക്കോട്ട് പോലെ ഒന്നുമില്ല കേട്ടോ. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഓ മൈ ഗോഡ്, മുടി തുറന്നപ്പോൾ ശരിക്കും വാണി വിശ്വനാഥിനെ പോലെ ഉണ്ട്. ബട്ട് എനിവേ, ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ഞാൻ ഫുൾ ഫോട്ടോ ഇട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പിന്നെ ഇതാണ്, അത്ര കുഴപ്പമില്ല. ഇവിടെ യു കെൻ ഓൾസോ പുട്ട് ഇറ്റ് ഇഫ് യു തിങ്ക്. ഇതൊരു മേക്കപ്പ് പിക്ചറാണ്. ഇവിടെ കുറച്ച് വൈറ്റാണ് തോന്നണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷേ ഐ റിയലി ലൈക്ക് മൈ ലുക്ക്. കോമെൻറ്റ് ചെയ്ത് പറയൂ എങ്ങനെ ഇഷ്ടപ്പെട്ടു എൻ്റെ ലുക്കോ ഇല്ലയോ. ആൻഡ് താങ്ക് യു. ബൈ ബൈ.